വാട്സപ്പിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇത് ഡേഞ്ചറസ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ വളരെ ഡേഞ്ചറസ് ആണ് ഈ ഫീച്ചർ. ഇതൊരു ഫീച്ചർ എന്ന് പോലും പറയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ, ലൈക്ക് ഇതൊരു പുതിയ അപ്ഡേറ്റ് ആണ്. നമ്മളിപ്പോൾ യൂഷ്വലി നമ്മൾ ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് ഒരാൾ അയച്ച മെസ്സേജ് നമ്മൾ ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ കാണുന്ന ആൾക്കുണ്ടാവും ഫോർവേഡ് എന്ന് പറഞ്ഞിട്ട് ടോപ്പിൽ എഴുതി വെച്ചത് കാണാം. പക്ഷെ ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റ് അനുസരിച്ചിട്ട് നിങ്ങൾ ഈ മെസ്സേജ് നിങ്ങൾക്ക് ആരാണോ അയച്ചത് അവരുടെ ഫോൺ നിങ്ങൾ ഇത് ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ടോപ്പിൽ അവരുടെ ഫോൺ നമ്പറും അതുപോലെ തന്നെ അവർക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും കൂടെ നിങ്ങൾ ഈ ഫോർവേഡ് ചെയ്യുന്നത് അത് റിസീവ് ചെയ്യുന്ന ആൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ലൈക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാം, നിങ്ങൾ ഒരു ബിസിനസ്സുകാരനോ അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരനോ ആണ്, അല്ലെങ്കിൽ ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആണ്, നിങ്ങളിത് വേറൊരു കൊട്ടേഷനോ കാര്യങ്ങളോ എന്തെങ്കിലും വേറെ ഒരാളുടെ അടുത്ത് നിന്ന് നിങ്ങളിത് ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്ട്ലി ഇയാൾക്ക് ഈ മെസ്സേജ് റിസീവ് ചെയ്യുന്ന ആൾക്ക് ഡയറക്ട്ലി അയാൾക്ക് മെസ്സേജ് ചെയ്യാനോ അല്ലെങ്കിൽ ഡയറക്ട്ലി അവരുടെ കോൺടാക്ട് നമ്പർ കിട്ടാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ വർക്ക് ലൈഫിലായിക്കോട്ടെ അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ലൈക്ക് ഇത് പേഴ്സണലി നിങ്ങൾ അയക്കുന്നതാണെങ്കിൽ പോലും നിങ്ങളുടെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിൻ്റെ ഒക്കെ നമ്പേഴ്സ് മറ്റുള്ളവരിലേക്ക് ഇതുപോലെ ഫോർവേഡ് ആയിട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക. ലൈക്ക് ഇത് ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു നമ്പറോ അല്ലെങ്കിൽ മറ്റൊരു കാര്യമൊക്കെ നിങ്ങളൊരു മെസ്സേജ് ഒരാളിൽ നിന്നും ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ഒരു അപ്ഡേറ്റ് വാട്സാപ്പിൽ പുതുതായിട്ട് വന്നിട്ടുണ്ട്.